കഷ്ടപ്പാട് കണ്ട് 2 പവൻ കൊടുത്ത് സഹായിച്ചതിന് ജസീല എന്ന 24 വയസ്സുകാരിക്ക് നൽകേണ്ടി വന്നത് സ്വന്തം ജീവനാണ്. നമ്മുടെ നാട്ടിൽ സത്യം തെളിയിക്കാൻ ഒരു പെൺകുട്ടിക്ക് സ്വന്തം ജീവൻ തന്നെ ത്യജിക്കേണ്ടി വന്നു എന്നത് നമ്മുടെ സമൂഹത്തിന് തന്നെ തീരാത്ത അപമാനമാണ്. ഭർത്താവിൻ്റെ അയൽവാസിയായ അഫ്രീദും കുടുംബവും നടത്തിയ ആസൂത്രിത വേട്ടയാടലിലാണ് ഈ ദുരന്തത്തിൻ്റെ തുടക്കം. 9.5 പവൻ ജസീല മോഷ്ടിച്ചു എന്നാരോപിച്ച് ഇയാൾ പോലീസിൽ പരാതി നൽകി. ഇത് കേവലം ഒരു പരാതിയിൽ ഒതുങ്ങിയില്ല. ജസീല ഒരു മോഷ്ടാവാണെന്ന തരത്തിൽ നാട്ടിലും കുടുംബത്തിലും വ്യാപകമായ അപവാദ പ്രചാരണമാണ് അഫ്രീദും കുടുംബവും നടത്തിയത്. പ്രവാസിയായ ജസീലയുടെ ഭർത്താവിനെ വിളിച്ച് നിന്റെ ഭാര്യയുടെ സ്വകാര്യ ചിത്രങ്ങൾ എൻ്റെ കൈവശമുണ്ടെന്ന് ഇയാൾ കള്ളം പറഞ്ഞു. ആ ബന്ധത്തിൽ ഇയാൾ വിഷം കലർത്തി. ഭർത്താവിൻ്റെ വീട്ടുകാർ വിവാഹ മോചന ഭീഷണി മുഴക്കി. വീട്ടിലെത്തിയതോടെ ജസീല പൂർണ്ണമായും ഒറ്റപ്പെട്ടു. താൻ ഇരയാണെന്നും താൻ അഫ്രീദിനെതിരെ കേസ് എടുക്കണമെന്നും പറഞ്ഞെങ്കിലും അത് ആദൂർ പോലീസ് കേൾക്കാൻ പോലും തയ്യാറായില്ല എന്നാണ് ജസീല മരണത്തിന് മുമ്പ് പറയുന്ന വീഡിയോയിൽ നമ്മൾ കേട്ടത്. എൻ്റെ വാക്കുകൾ ആരും വിശ്വസിക്കുന്നില്ല. പോലീസ് പോലും എൻ്റെ പരാതി സ്വീകരിക്കുന്നില്ല. ഒരു മോഷ്ടാവായി എനിക്കിനി ജീവിക്കാൻ കഴിയില്ല. മരണത്തിന് തൊട്ടു മുമ്പ് വീഡിയോ ചെയ്ത ഓരോ വാക്കുകളും മലയാളിയുടെ ഉള്ളുലക്കുന്നതായിരുന്നു. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആ കുട്ടിക്ക് തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ് നിവർന്നു നിൽക്കണമായിരുന്നു. സ്വന്തം മക്കളെയെങ്കിലും ആലോചിച്ച് ഇത്തരം ഒരു തീരുമാനത്തിൽ നിന്ന് അവർക്ക് മാറി നിൽക്കാമായിരുന്നല്ലോ. എൻ്റെ സത്യം ആരും വിശ്വസിക്കുന്നില്ല. എടുക്കാത്ത ആഭരണം ഞാൻ എങ്ങനെ തിരിച്ചു കൊടുക്കും? ഞാൻ മരിച്ച ശേഷമെങ്കിലും ഇതിൻ്റെ സത്യം തെളിയിക്കണം എന്നിങ്ങനെ ജസീലയുടെ വാക്കുകൾ ആരുടെയും കണ്ണു നിറക്കുന്ന ഒന്ന് തന്നെയായിരുന്നു. അഫ്രീദ് എന്ന യുവാവ് ജസീലയുടെ ഭർത്താവിനെ വിളിച്ചു പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ വായിക്കാനിടയായതാണ്. ഇതിൽ എത്രത്തോളം സത്യമുണ്ടെന്നറിയില്ല. എന്നാൽ ഓരോ വീഡിയോ കാണുമ്പോഴും അതിന് വൈരുദ്ധ്യങ്ങളായാണ് മറ്റൊരു വീഡിയോ ജസീലയുടെ വിഷയത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ജസീലയും അഫ്രീദും അടുപ്പമുണ്ടായിരുന്നെന്നും അങ്ങനെ ഭർത്താവിന് സംശയരോഗമുണ്ടായതാണെന്നൊക്കെയുള്ള വിവരങ്ങൾ പലരും പടച്ചു വിടുന്നു. 4ഉം 6ഉം വയസ്സുള്ള 2 ചെറിയ മക്കളാണ് ജസീലക്കുള്ളത്. ഉമ്മ എന്ന് വിളിച്ച് ആ പൊന്നുമക്കൾ കരയുന്നതായി ജസീലയുടെ ഉമ്മയുടെ ഈ വാക്കുകളിലൂടെ അവർ പുറത്ത് പറയുമ്പോൾ അത് കേൾക്കുന്നവർക്ക് വലിയ വേദന തന്നെയാണ് നൽകുന്നത്. ജസീല തെറ്റുകാരിയല്ലെങ്കിൽ ഇതിന് കാരണക്കാരായവർ തീർച്ചയായും ശിക്ഷിക്കപ്പെടണം. ഓള് പഠിക്കാൻ പോകുന്നിടത്തിന് അവളെ ഫ്രണ്ടിൻ്റെ വീടേക്ക് പോയി. അഫ്രീദിൻ്റെ വീടേക്ക്. അഫ്രീദിൻ്റെ ഉമ്മയാണ് അവളെ കൂടുതൽ വിളിച്ചിന് ഫോണ്. ബാബാലത്ത് വിളിച്ചോണ്ടൊക്കെ ഓള് പോയി. ഓറെ കുടുംബം ഓരോ അയൽവാസികളുണ്ട്. ഓളെൻ്റെ പേര് ഋഷി എടുത്തിന് പറയുന്നത്. ഓള് പൊന്നെടുത്തിട്ട് കുറേ കരിഞ്ഞ് പറഞ്ഞാൽ പൊന്നെടുത്തിട്ട് ഉമ്മ എന്നെ പെണ്ണെ പറയുന്നത്. ഉമ്മ വിശ്വസിച്ചായിരുന്നു. ഞങ്ങൾക്ക് എൻ്റെ മോളെ വിശ്വാസമുണ്ട്. ഓൾ ഉറപ്പെടുക്കല. ഓൾക്ക് ഓളെ കല്യാണത്തിൽ 5 പൗനുണ്ടായിന്. അത് അങ്ങനെ പൊന്നെടുക്കുന്ന 5 പൗണ് ഭർത്താവിൻ്റെ പങ്കക്ക് കൊടുക്കാമല്ലോ. ഭർത്താവിൻ്റെ പങ്കക്ക് കൊടുത്തിന് 5 പൗണ്. ഓടി വെച്ചിന് ഭയ്യ അഫ്രീദിൻ്റെ ഉമ്മ വന്നിട്ട് ഭയങ്കര വളർന്നു പ്രശ്നമാക്കിന്. ഞങ്ങളോട് പ്രശ്നമാക്കിന്. അഫ്രീദിൻ്റെ ഉമ്മ ഒരു ചേച്ചു ഭയങ്കര പ്രശ്നമാക്കിന്. അങ്ങനെ ആക്കിന്. ഒക്കെ അവർ ഓൾ പൊന്നെടുത്തിനെത്തി ഓളെ ഇടയ്ക്കെല്ലാം കൊണ്ടുപോയി തോന്നുന്നു. ഞങ്ങൾക്കറിയാത്ത കുറേ ഭീഷണിപ്പെടുത്തി സഹിക്കാൻ കഴിയാത്താണ് എൻ്റെ മോൾ പോയത്. ഭർത്താവിൻ്റെ ഉമ്മാനും പെങ്ങളെ കൂട്ടിയിട്ട് വന്നിന്. എന്നിട്ട് ഭർത്താവിൻ്റെ ഉമ്മ പുതിയാപ്പൻ്റെ ആധാർ കാർഡ് ഐഡൻറ്റി കാർഡെല്ലാം കൊണ്ടുപോയി പിള്ളേരെ DNA ടെസ്റ്റ് എടുക്കണമല്ലേ. ഇത് ഓറപ്പുറപ്പുറം പ്രശ്നം. എൻ്റെ മോനിക്ക് ഗൾഫിന് എല്ലാവർക്കും വിളിച്ചിട്ട് എല്ലാം പറഞ്ഞു. അതറിയാൻ 2 പിള്ളേരെ കാണാൻ ബേജാറാകുന്നത്. ഉമ്മായത്ത് കൂക്കുന്നു. രാത്രി ഉറങ്ങിയിട്ട് അക്കടാക്കും. ഉമ്മായത്ത് വിളിക്കുന്നത് ചെറിയ കുഞ്ഞല്ലേ. അത് പൊന്നു കേട്ടാൽ എങ്ങനെ അറിയണം. അഫ്രീദിനെ വിടാനും കഴിയില്ല. അഫ്രീദിൻ്റെ പെരക്കാർ വിടാനും കഴിയില്ല.